ഹലോ മുത്തുമണിയിൽ എന്തൊക്കെ പാടില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ കത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മമ്മൂക്കയുടെ കളങ്കാവലിൻ്റെ ഓരോ പോസ്റ്റേഴ്സ് കേട്ടോ. ഇതുവരെ അതിൻ്റെ അധികം അപ്ഡേഷൻ ഒന്നും തരാതിരുന്നിട്ട് ഇപ്പോൾ വരുന്ന പോസ്റ്റേഴ്സൊക്കെ കിടിലെന്നും പറഞ്ഞാൽ പോരാ, ഒടുക്കത്തെ സംഹാരം, ഫുൾ കട്ട നെഗറ്റീവ് കാണിക്കുന്ന രീതിയിലുള്ള പോസ്റ്റേഴ്സ് കേട്ടോ ഫുള്ള് വരുന്നത്. മുമ്പിങ്ങനെ സിഗരറ്റ് വലിച്ച് ബാക്ക് ഡ്രോപ്പിൽ ഓരോ സ്ത്രീകളങ്ങനെ കൊന്നിട്ടും അല്ലാതെയൊക്കെ ഇങ്ങനെ ഭയപ്പെട്ട് നിൽക്കണം, അങ്ങനത്തെയുള്ള പോസ്റ്റേഴ്സാണ്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് വെച്ചാൽ ഈ ക്യാരക്ടർ നമുക്കറിയാം. മമ്മൂക്ക ഇതിന് മുമ്പ് ചെയ്ത ഇത് അടുത്ത് തന്നെ ചെയ്ത ബ്രഹ്മയുഗം, ഇപ്പോൾ നമുക്ക് സ്റ്റേറ്റ് അവാർഡ് മമ്മൂക്ക കിട്ടി. അതിന് മുമ്പ് പാലേരി മാണിക്യം, വിധേയൻ, അങ്ങനെയുള്ള ഒരുപാട് ചിത്രങ്ങളുണ്ട്. അപ്പം ആ ഒരു ഗണത്തിലുള്ള ഒരു അതിനേക്കാൾ ഒരു പൊടിമുഖം, അല്ലെങ്കിൽ അത് വേറൊരു തലത്തിലുള്ള ഒരു നടന്ന സംഭവത്തെ ആസ്പദമാക്കി നടന്ന ഒരു വ്യക്തിയെ, ജീവിച്ചിരുന്ന ഒരു വ്യക്തിയല്ല ഒരു ആസ്പദമാക്കിയിട്ട് വരുന്ന ഈ കഥ ഒരു കട്ട വില്ലനായിട്ട് വരുമ്പോൾ നമുക്ക് എന്താ പറയുക, പ്രതീക്ഷകൾ ഒരുപാടാണ്. ചെറുതായ പ്രതീക്ഷകൾ. അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ മതി, എന്തിനും മമ്മൂക്ക ഇതിൽ വില്ലനായി? മമ്മൂക്ക നായകനായ പോലെ എന്തിനു വില്ലനായി? എന്തിനു വിനായകനെ നായകനാക്കിയിട്ട് മമ്മൂക്ക വില്ലനായി? അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ചാൽ ഈ ഒരു ക്യാരക്ടർ, അതായത് സൈനൈഡ് മോഹൻ എന്ന മമ്മൂക്ക അവതരിപ്പിക്കുന്ന ഈ ക്യാരക്ടർ വളരെ പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടറാണ്. ഇത് പുള്ളി എന്താ പറയുക ചെയ്താലേ ഉള്ളൂ ആ ഒരു തലത്തിൽ അത് ശ്രദ്ധിക്കപ്പെടാൻ ഡയറക്ടർക്ക് നല്ല ഉറപ്പുള്ള സംഭവമാണ്. പിന്നെ അതിൻ്റെ അതിൽ അഭിനയിച്ചവരൊക്കെ പറഞ്ഞ ഈ പടം മമ്മൂക്കയുടെ ഒരു കരിയറിലെ വേറിട്ട ഒരു സംഭവം. മമ്മൂക്ക ചെയ്യാത്ത ക്യാരക്ടേഴ്സ് ഇല്ല, പക്ഷെ എന്നാൽ കൂടി അദ്ദേഹത്തിൽ നിന്നും എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം, നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടറാവും ഇതിലെ സൈനൈഡ് മോഹൻ എന്ന ആ ക്യാരക്ടർ. ഒരു പക്കാ വില്ലൻ, നമ്മൾ കണ്ടു മറന്ന കേട്ട് മറന്ന രീതിയിലുള്ളതിനേക്കാൾ വേറൊരു ബ്രൂട്ടലായിട്ടുള്ള ഒരു വില്ലനായിട്ടാണ് ഇതിൻ്റെ ട്രെയിലറിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ഇപ്പോൾ എല്ലാവരും. ഒരുപാട് ഭാഗങ്ങളിൽ ഇതിൻ്റെ ഫാൻ ഷോക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുക എന്നാണ് കേട്ടത്. കാരണം ഇത് മലയാളത്തിൽ വരുന്ന മമ്മൂക്കയുടെ എന്താ പറയുക, ഒരുപാട് കാലത്തിന് ഒരു മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു മമ്മൂക്കയുടെ റിലീസും കൂടിയാണ്. അതും ഒരു വില്ലനായിട്ട്, അത് മമ്മൂക്ക കമ്പനി നിർമ്മിക്കുന്നു, നമ്മുടെ ദുൽഖർ സൽമാൻ്റെ പ്രൊഡക്ഷൻ കമ്പനി വിതരണം ചെയ്യുന്നു. കേരളത്തിലെ ഏകദേശം 400 തിയേറ്ററിനകത്ത് ഇതിൻ്റെ റിലീസ് ഉണ്ടെന്നാണ് കേട്ടത്. അതിനുശേഷം വേൾഡ് വൈഡ് ആയിട്ടും ഗൾഫ് കൺട്രീസായിട്ട് വമ്പൻ റിലീസാണ് ഇതിന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ ഇതിൻ്റെ ട്രെയിലർ ഏപ്രിൽ 14 അവർ തിയേറ്ററിൽ കാന്ത സിനിമയുടെ കൂടെ അവർ പുറത്തിറക്കും. യൂട്യൂബിൽ 15 വരും. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഇതിൻ്റെ ഒരു ലിറിക്കൽ വീഡിയോ വരാനിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഏകദേശം ആ ഒരു സിനിമയുടെ ഒരു മൂഡ് നമുക്ക് അതിൽ നിന്ന് ചെറുതായിരിക്കും. നമുക്ക് ഇതിൻ്റെ ടീസറിൽ തന്നെ നമുക്ക് ഏകദേശം കിട്ടിയെങ്കിലും ആ ലിറിക്കൽ വീഡിയോസിലും കൂടി നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു ലെവൽ മനസ്സിലാക്കാം. അതിനുശേഷം നമുക്ക് 14-ാം തീയതി ഇതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് ഈ സിനിമ ഏത് തലത്തിലാണ് ഇവർ ചെയ്ത് വെച്ചിരിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് ഇതിനെ ഒരു ഐഡിയ കിട്ടും. അങ്ങനെ ആർക്കൊന്നും പിടികൊടുക്കാത്തത്. മമ്മൂക്ക വില്ലനാണ്, അതും സ്ത്രീകളെ തേടിപ്പിടിച്ച് കൊല്ലുന്ന ഒരു രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു സീരിയൽ കില്ലറാണ്. പടം പക്ക ത്രില്ലിങ്ങുമാണ്. അതായത് ഒരു ലാഗ് അടിപ്പിച്ച് പോകുന്ന രീതിയിലുള്ള ഒരു പടം കൂടിയല്ല, ഇതൊരു ത്രില്ലിങ്, സ്റ്റാർട്ട് ടു എൻഡ് വരെ ത്രില്ലായിട്ട് പോകുന്ന രീതിയിലുള്ള മമ്മൂക്കയുടെ, നമുക്കറിയാലോ നമ്മുടെ കണ്ണൂർ സ്ക്വാഡ് ഉണ്ടല്ലോ, അത് ആ പടം നമ്മൾ ആദ്യം റിലീസിന് മുമ്പ് പ്രതീക്ഷിക്കാത്തൊരു പടം. പക്ഷെ ആ റിലീസിന് ശേഷം നമുക്ക് ഓരോ നിമിഷം നമ്മളിങ്ങനെ ഇരുന്ന് ഒരു സീറ്റ് എഡ്ജായിട്ടുള്ള ഒരു പടമാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയാലും അതിൻ്റെ ക്യാരക്ടറൈസേഷൻ, അതിൻ്റെ എല്ലാം കഥയും തിരക്കഥയും എല്ലാം അതിനേക്കാൾ ഉപരി വേറൊരു രീതിയിലുള്ള മമ്മൂക്ക കമ്പനി നിർമ്മിക്കുന്ന ഒരു അടിപൊളി ചിത്രമാവും കളങ്കാവൽ എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ വെച്ചിട്ട് ഇതൊരു 1.5 തൂക്കലെ തൂക്കും മലയാള സിനിമയിൽ. അതാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുള്ള റിപ്പോർട്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക് എങ്ങനെയാകും മമ്മൂക്ക ഈ ഒരു ക്യാരക്ടറിനെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതെന്ന് കാണാൻ ഒരുപാട് ആളുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് അതിനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബാക്കി പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് മാക്സിമം ഷെയർ ചെയ്തോളി, കമൻറ്റ് ചെയ്തോളി, സപ്പോർട്ട് ചെയ്തോളി. ഓക്കെ.